ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ NDA ചെയർമാൻ ശ്രീകുട്ടൻ തുണ്ടത്തിൽ അവരുടെ ഏറെ ആദരണീയനായ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, 2020 ചെയർമാൻ സാബു M. ജേക്കബ്, സുമിത് കിഷോർ വാങ്കഡെ MLA, നമ്മുടെ ആദരണീയനായ സ്ഥാനാർത്ഥി അഞ്ജലി നായർ, വേദിയിലും സദസ്സിൽ വരിക്കുന്ന NDAയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംവിധായകരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്റെ എളിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന NDAയുടെ ചെയർമാൻ ശ്രീകുട്ടൻ തുണ്ടത്തിൽ അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. I welcome to Honorable Chief Minister of Maharashtra, Devendra Fadnavis. I also welcome to the MLA Sumit Kishore Wangde, (2020) Chairman സാബു M. ജേക്കബ് അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഞ്ജലി നായർ അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നെഹ്റു യുവകേന്ദ്രയുടെ നാഷണൽ വൈസ് ചെയർമാൻ ശ്രീ വിഷ്ണുവർദ്ധൻ റെഡ്ഡി അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BJP സ്റ്റേറ്റ് സെക്രട്ടറി ജിജി ജോസഫ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP എറണാകുളം ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് PL ബാബു അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃപ്പൂണിത്തുറ അസംബ്ലി ഇൻചാർജ് സ്റ്റേറ്റ് സ്പോക്കൺ KVS ഹരിദാസ് അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2020 ചെയർമാൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് V. ഗോപകുമാർ അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് ജോയിന്റ് ട്രഷറർ അനൂപ് അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. LJP സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി MS ചലാപതി അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് NPP K. ജോഷി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് മെമ്പർ BJP സുദേവൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് മെമ്പർ BJP അഡ്വക്കേറ്റ് KV സാബു അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് മെമ്പർ BJP V. മധുസൂദൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BDJS മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ഉല്ലാസ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് ചെയർമാൻ ഓഫ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി സ്റ്റേറ്റ് മെമ്പർ BJP രാധിക വർമ്മ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് NL ജെയിംസ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് MC അജയ്കുമാർ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമാദേവി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP ഡിസ്ട്രിക്ട് സെക്രട്ടറി സൗഷ PS അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ധനേഷ് കുമാർ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2020 മണ്ഡലം പ്രസിഡന്റ് ആന്റണി സിമിൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJP സ്റ്റേറ്റ് കൌൺസിൽ മെമ്പർ വിനോദ് കുമാർ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. OBC മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് KT ബാബു അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മീഡിയ സെൽ കൺവീനർ നവീൻ NS അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കരുത്തും ആവേശവുമായി ഇന്നിവിടെ ഈ പദയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും നല്ലവരായ വോട്ടർമാരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ അടുത്തത് സ്വീകരണ പരിപാടിയാണ്. നമ്മുടെ മറാഠ സാമ്രാജ്യത്തിന്റെ അധിപനായ ഛത്രപതി ശിവജിയുടെ മണ്ണിൽ നിന്നും പൂർണ്ണത്രയീശന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി 2020 കരുത്തനായ നേതാവ്
സാബു എഫ് ജേക്കബ് അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നെഹ്റു യുവകേന്ദ്രയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഏറ്റവും സ്നേഹനിധി കൂടിയായ വിഷ്ണുവർദ്ധൻ റെഡ്ഡി അവർകളെ സ്വീകരണം അർപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ബിജെപി കേരളത്തിനു വേണ്ടി ഡെപ്യൂട്ടി ട്രഷറർ അനൂപ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിജെപി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ എച്ച് ഷൈജു അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ കരുത്തയായ സ്ഥാനാർത്ഥി അഞ്ജലി എസ് നായരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NDA തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണം NDAയുടെ ചെയർമാൻ കൂടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകുട്ടൻ 2020യുടെ ഗോപകുമാർ സാർ, എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടി തൃപ്പൂണിത്തുറ മണ്ഡലം ശ്രീ പൂർണ്ണത്രയീശന്റെ വിഗ്രഹം ഭാരതീയ ജനതാ പാർട്ടി പള്ളുരുത്തി മണ്ഡലം തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിനു വേണ്ടി ആന്റണി സമന്തനി. ബിജെപി മരട് ഏരിയയ്ക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് മനോജ്. ഈ പരിപാടിയുടെ ആമുഖ പ്രഭാഷണത്തിനു വേണ്ടി 2020യുടെ ചെയർമാൻ സാബു എം ജേക്കബ് അവരുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എത്രയും സ്നേഹ നിറഞ്ഞ നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്രജി, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട NDA നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ഈ തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ അങ്ങ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഇറങ്ങിയത് തന്നെ ഈ തൃപ്പൂണിത്തുറയിൽ ഒരു മാറ്റം വരണം. ഇതുവരെ ഇവിടെ ഭരിച്ച് ഈ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു വികസനവും നൽകാത്ത ഈ നാടിനെ നശിപ്പിച്ചവരെ അറബിക്കടലിൽ എറിഞ്ഞ് NDAയുടെ സ്ഥാനാർത്ഥി അഞ്ജലി നായരെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു പാവം വ്യവസായിയാണ്. ഈ നാട് കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട്, ഈ നാടിനെ ഇടതും വലതും ചേർന്ന് കൊള്ളയടിക്കുന്നത് കണ്ടുകൊണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ രക്തമൂറ്റി കുടിക്കുന്നത് കണ്ടുകൊണ്ട്, അതില് മനോവിഷമത്തില് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളാണത്. 2012 ഞാൻ ഈ നാട് നന്നാക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇതുപോലെ
ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പാർട്ടിയുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ ജനിച്ചു വീണ ആ നാട്, അമ്മമാരുടെ കണ്ണുനീര് വീഴാത്ത, കുട്ടികളുടെ കരച്ചിലില്ലാത്ത, സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് ഒരു നാട് ഉണ്ടാക്കിയിട്ട് ഈ നാടിനെ നശിപ്പിച്ചവരോട് ഇതും ഇവിടെ സാധ്യമാണ് എന്ന് വിളിച്ചു പറയണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ചതാ. പക്ഷേ ഞാൻ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അവിടുത്തെ ഇടതും വലതും ചേർന്ന് എന്നെ മുന്നോട്ട് പോകാതെ തടഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു. ആ പഞ്ചായത്തിൽ മത്സരിക്കേണ്ടതായിട്ട് വന്നു. ആ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2015 കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തില് 19 സീറ്റുകളിൽ മത്സരിച്ച് അവിടുത്തെ ജനങ്ങൾ എനിക്ക് 72% വോട്ട് തന്ന് 17 സീറ്റുകൾ തന്ന് ആ പഞ്ചായത്തിനെ എന്നെ ഏൽപ്പിച്ചപ്പോ ആ പഞ്ചായത്ത് 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് പോയത്. 5 വർഷം ഈ ഇന്ത്യയിലെ തന്നെ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റിയതിനു ശേഷം 2020 ഭരണം പൂർത്തിയാക്കുമ്പോ 13,57,00,000 രൂപ ജനങ്ങളുടെ പേരിൽ നിക്ഷേപമിട്ടുകൊണ്ടാണ് ഭരണം അവസാനിപ്പിച്ചത്. വീണ്ടും സമീപ പഞ്ചായത്തുകളും കിഴക്കമ്പലം പഞ്ചായത്ത് ഞങ്ങളെ ഭരണമേൽപ്പിച്ചു. 10 വർഷം പൂർത്തിയാക്കിയ 2025 കിഴക്കമ്പലം പഞ്ചായത്തിന്റെ മാത്രം നീക്കിയിരിപ്പ്, അതായത് ജനങ്ങളുടെ നീക്കിയിരിപ്പ് 32 കോടി രൂപയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, കിഴക്കമ്പലത്ത് ഞങ്ങൾ നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, അവിടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും 50% വിലക്കുറവിൽ കിട്ടുന്നു. അത് കണ്ടുകൊണ്ടാണ് സമീപ പഞ്ചായത്തുകളെല്ലാം 2020 ഭരണം വരണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ കുന്നത്ത് നാടിലെ 8 പഞ്ചായത്തുകൾ ഞങ്ങൾ ഏറ്റെടുത്തു. അവിടെയെല്ലാം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളും BMBC റോഡുകളും എല്ലാ വികസന ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം, എന്തുകൊണ്ട് ഈ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും ഇതേ മോഡൽ നടപ്പിലാക്കിക്കൂടാ? എന്തുകൊണ്ട് കഷ്ടപ്പെടുന്ന, പട്ടിണി കിടന്ന് ഒരു നേരത്തെ മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിക്കൂടാ? അങ്ങനെ കേരളമെമ്പാട് 2020 വ്യാപിക്കും എന്ന് കണ്ടപ്പോ അവിടുത്തെ ഇടതും വലതും ഒന്നിച്ചു ചേർന്നു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് LDFന്റെ 11 പാർട്ടികള്, UDFന്റെ 11 പാർട്ടികള്, കൂടാതെ SDPI, PDP, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, ഇവരെല്ലാവരും കൂടി ഒരേ വണ്ടിയില് കൈപ്പത്തിയുടെ കൊടി, ഒരേ വണ്ടിയില് അരിവാൾ ചിറ്റിയുടെ കൊടി, SDPയുടെ കൊടി, ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി, ഇതെല്ലാം വെച്ചിട്ട് 2020 ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പോ എന്റെ മുന്നിൽ ഒരേ വഴിയുള്ളൂ, ഒന്നല്ലെങ്കിൽ തോറ്റുകൊടുക്കുക. LDFന്റെയും UDFന്റെയും ഈ രാജ്യം നശിപ്പിച്ച, കേരളം നശിപ്പിച്ച അവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുക. അങ്ങനെ തോറ്റുകൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല, സാബു ജേക്കബ് അല്ല തോക്കുന്നത്. ഇവിടെ തോക്കുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോ ഞാൻ തീരുമാനിച്ചു ഇവരോട് യുദ്ധം ചെയ്യാനായിട്ട്. ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ലോകത്തിലെ 4ാം സാമ്പത്തിക ശക്തിയായി ഉയർത്തിയ, ഇന്ത്യയിലെ ഡിജിറ്റൽ എക്കോണമിയിലെ 3ാം ശക്തിയായിട്ട് ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം ചേർന്ന് നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് NDA ചേർന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 14 വർഷക്കാലം 2020 കുന്നത്ത് നാടിലെ 8 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇന്ന് കഴിഞ്ഞ 12 വർഷക്കാലം മോഡി ഗവൺമെന്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ കേരളം ലോകത്തിലെ ഒരു സ്വർഗഭൂമിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് NDA സഖ്യത്തിന്റെ കൂടെ 2020 കൂടിയത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന്, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ഇതുപോലെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കേരളത്തിനുള്ള ഒരു അവസരമാണ്. 2026 തെരഞ്ഞെടുപ്പ് ഈ കേരളത്തെ രക്ഷിക്കാനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഗതികേട് കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട്, വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് ഈ നാട് വിട്ടു പോകേണ്ടി വന്ന നമ്മുടെയൊക്കെ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു കുട്ടികളും
ഒരു യുവാക്കളും ഒരു തലമുറയും അടുത്ത തലമുറയും ഈ നാട് വിട്ട് പോകാൻ പാടില്ല. ഈ കേരളത്തെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. ഈ കേരളം 70 വർഷം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച നശിപ്പിച്ച LDF-നെയും UDF-നെയും അറബിക്കടലിൽ എടുത്തെറിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കണം ഇത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു, NDAക്ക് നേതൃത്വം കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി നിങ്ങൾക്കറിയാം, വ്യവസായിയായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഈ നാടിനോട് കടപ്പാടുള്ള ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടുകിട്ടാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇപ്പോ ആ രാജീവ്ജിയോടൊപ്പം ഈ കിഴക്കമ്പലത്തെ കുന്നത്ത് നാടിനെ വികസനത്തിന്റെ കുതിപ്പിലേക്ക് മാറ്റി ഏതാണ്ട് 2 ലക്ഷം ജനങ്ങളുടെ കണ്ണുനീരൊപ്പി അവിടെ പട്ടിണി മാറ്റിയ 2020-യുടെ സംസ്ഥാന പ്രസിഡന്റായ ഈ സാബു ജേപ്പക്ക് എളിയവനായ ഞാനും കൂടെ ഉണ്ട്. അപ്പോ ഈ 2 വ്യക്തിത്വങ്ങളോടൊപ്പം ഈ കേരളത്തെ നയിക്കാൻ നമ്മളെയെല്ലാം ഈ ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിജി നമ്മോടൊപ്പമുണ്ട്. അപ്പോ ഈ 3 പേരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഈ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും അഞ്ജലി നായർക്ക് വേണ്ടി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, അവര് വിജയിക്കണം. അഞ്ജലി നായർ ഈ തൃപ്പൂണിത്തുറയുടെ ഭരണം ഏറ്റെടുക്കണം. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കൂ, ഈ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് എല്ലാവരും അഞ്ജലി നായർക്ക് ചക്ക അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇവിടെ ഒരു അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. വളരെ ആവേശത്തിൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച്, രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചെല്ലാം നമ്മളോട് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമയത്തിന്റെ പരിമിതി മൂലം 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ഇവിടെ ഇരിപ്പുണ്ട്, അഡ്വക്കേറ്റ് PL ബാബു. തൃപ്പൂണിത്തുറ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി രാധിക വർമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. അത് ആ ഭരണം നമ്മൾ പിടിച്ചെടുത്തതാണ്. നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട്, ഈ ഇടതു വലത് മുന്നണികൾക്കെതിരെ നിന്നുകൊണ്ട്, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പിടിച്ചെടുത്തതാണെങ്കിൽ ഇതേ വേദിയിൽ അഞ്ജലി നായർ MLA ആയിട്ടൊരു സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഇവിടെ നടത്തുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് NDA ചെയർമാൻ എന്നുള്ള നിലയിൽ എന്റെ അധ്യക്ഷ ഭാഷണം ചുരുക്കിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള മഹാരാഷ്ട്രയുടെ വികസന നായകൻ, മഹാരാഷ്ട്രയുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. It's our great pleasure to welcome the Honorable Chief Minister of Maharashtra, Sri Devendra Fadnavis. भारत माता की, भारत माता की जय जय BJP, जय जय NDA, जय जय मोदी जी, मंच पर उपस्थित हमारी इस विधानसभा की प्रत्याशी श्रीमती अंजलि नायर, 2020 के चेयरमैन मिस्टर साबू जेकब, NDA चेयरमैन श्री कुट्टन थुंडुथिल, श्री KS साइजू, श्री विष्णुवर्धन रेड्डी, एडवोकेट PL बाबू, श्री सुमित वानखेड़े, KVS हरिदास, V गोपाल कुमार, सौशा PS, श्री कुमार जी, धनेश कुमार, राधिका वर्मा, MS विनोद कुमार, श्री अनुपा,
श्री चलपति, नवीन, श्री जिष्णु जी, श्री के ए जोशी, श्री उमेश उल्लास, श्री एनएल जेम्स, रमा देवी, यहां पर उपस्थित सभी महानुभाव और उपस्थित सभी बहनों और भाइयों, केरलत्तिल एंटे प्रियपट्टे सहोदरी सहोदरन मारे एल्लावर्कुम एंटे नमस्कारम। केरलम पवित्र भूमिल एनडीए विजयी पीकनम एन्नम अभ्यर्थी कुन्नु। मुझे बहुत खुशी है कि आज आप सभी के बीच मैं यहां पर उपस्थित हूं और विशेष रूप से जिस केरला में बहुत वर्षों तक बीजेपी और एनडीए ने एक लंबा संघर्ष किया, आज उसी केरला में जिस प्रकार से बीजेपी को आशीर्वाद मिल रहा है, एक मेंबर ऑफ पार्लियामेंट, एक मेयर, 2 म्युनिसिपल चेयरमैन जिसमें से एक यहां मौजूद है, 32 पंचायत अध्यक्ष और 600 कॉरपोरेटर्स केरला में चुनकर आए हैं। मैं केरला बीजेपी को और एनडीए को बहुत बहुत बधाई देता हूं। എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ സാരഥി ശ്രീമതി അഞ്ജലി നായർ, സാബു ജേക്കബ് ജി, അതുപോലെ നമ്മളുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷൈജു, ശ്രീകുട്ടൻ, അതുപോലെ ബിജെപി ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ബാബു, വൈസ് ചെയർമാൻ ശ്രീമതി രാധിക വർമ്മ അടക്കമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ നമസ്കാരം. അതുപോലെ തന്നെ ഈ ഒരു ഭാഷണം കേൾക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള എല്ലാ എൻഡിഎ പ്രവർത്തകർക്കും ഞാൻ എന്റെ നമസ്കാരം അർപ്പിക്കുന്നു. ഈ കേരളത്തിൽ നമുക്കറിയാം, നിരവധി വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയും എൻഡിഎയും നിരവധി സംഘർഷങ്ങളിലൂടെ ഉഴന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. തീർത്തും ബിജെപിക്കും എൻഡിഎക്കും എതിരെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുകൂടി ഇത്രയും ശക്തമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിൽ ഇന്നിവിടെ വന്ന് ബിജെപി ഭരിക്കുന്ന ഒരു നഗരസഭയുടെ കീഴിലുള്ള ഒരു പ്രദേശത്ത് സംസാരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് കേരളത്തിൽ ബിജെപിയുടെ ചിത്രം മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ നിന്ന് ബിജെപിക്ക് ഒരു എംപി ഉണ്ട്, ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നു, 2 നഗരസഭകൾ ഭരിക്കുന്നു. അതിലൊന്ന് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തിന് അടുത്തുള്ള തൃപ്പൂണിത്തുറ നഗരസഭയാണ്. ഏകദേശം 32 പഞ്ചായത്തുകൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. ഏകദേശം 600-ലധികം കൗൺസിലർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ ഇന്ന് ബിജെപി എൻഡിഎയുടെ കീഴിൽ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നതിന് ഉതകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെവരോടും പങ്കുവെക്കുന്നു. धीरे धीरे एनडीए पूरे केरल में अपना विस्तार बढ़ा रहा है, क्योंकि मोदी जी के नेतृत्व में बीजेपी और एनडीए ये केवल विकास की राजनीति करती है, अपीजमेंट की राजनीति नहीं करती। आज जो परिवर्तन दिख रहा है, इस परिवर्तन के लिए हमारे कई कार्यकर्ताओं ने बलिदान दिया। 300 से ज्यादा कार्यकर्ता मार दिए गए, कई लोगों के हाथ पैर तोड़ दिए गए, बहुत बड़े पैमाने पर हिंसा हुई, लेकिन बीजेपी कभी रुकी नहीं। बीजेपी ने संघर्ष जारी रखा। उन सभी कार्यकर्ताओं को आज मैं नमन करता हूं और मुझे बहुत खुशी है कि जिनकी दोनों टांगे तोड़ दी, ऐसे सदानंद मास्टर जी को राष्ट्रपति जी ने देश की संसद में एमपी के रूप में चुनकर भेजा है। കേരളത്തിൽ ബിജെപി നിരവധി വർഷമായി നേരത്തെ പറഞ്ഞ പോലുള്ള സംഘർഷങ്ങളുടെ ഉഴലുമ്പോൾ പോലും നിരവധി, അതായത് ഏകദേശം 300-ലധികം ബലിദാനികളെയാണ് ഈ പ്രസ്ഥാനത്തിന് അതിനുവേണ്ടി ബലി കഴിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ കേരളത്തിലുടനീളം. എന്നിട്ടും ബിജെപിയുടെ വളർച്ചയെ തടയിടാൻ നമ്മുടെ എതിരാളികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോരോ ചുവട് വെച്ചുകൊണ്ട്
BJPയും NDAയും കേരളത്തിൽ വളരെ ശക്തമായി അവരുടെ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കൂ, ഇത്രയും വലിയ സംഘർഷത്തിനിടയിൽപ്പെട്ടുകൊണ്ട് രണ്ട് കാലുകളും മുറിച്ചു മാറ്റപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നരാധമന്മാർ നടത്തിയ സദാനന്ദൻ മാസ്റ്ററുടെ കഥ തന്നെ നമ്മൾക്ക് അറിവുള്ളതാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ നമ്മളുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി തന്നെ അദ്ദേഹത്തെ ഇന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് കേരളത്തിന്റെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രാധാന്യം. അതുപോലെ തന്നെ ഈ 300-ലധികം ബലിദാനികൾക്ക് മുമ്പിൽ ഞാൻ എന്റെ കോടി കോടി നമസ്കാരം അർപ്പിക്കുന്നു. दोस्तों, त्रिपुरा, असम, बंगाल में भी केरलम जैसी ही स्थिति थी, लेकिन पिछले 10 वर्षों में त्रिपुरा भी बदल गया, असम भी बदल गया। वहां बीजेपी और एनडीए की सरकार के आने के बाद वो विकास की राह पर चल दिया। और अब मैं बंगाल से आ रहा हूं, आपको यकीन के साथ कहना चाहता हूं, बंगाल भी इस बार बदलेगा, बंगाल में भी बीजेपी की सरकार आएगी। अब मैं आपको पूछने के लिए आया हूं, क्या आप केरलम में भी एनडीए की, बीजेपी की सरकार लाएंगे, मोदी जी की सरकार लाएंगे? നമുക്കറിയാവുന്ന മാതിരി ത്രിപുര, അസം, പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നിരവധി വർഷം ഭരിച്ചു മുടിച്ച ഈ സംസ്ഥാനങ്ങളിൽ നോക്കൂ, BJP അല്ലെങ്കിൽ NDAയുടെ സർക്കാർ വന്നതിന് ശേഷം വന്നിരിക്കുന്ന ഒരു മാറ്റം, വികസനത്തിന്റെ ഒരു പാതയിലേക്ക് ഈ കൊച്ചു സംസ്ഥാനങ്ങൾ ഇന്ന് ത്രിപുരയായിക്കോട്ടെ, അസം ആയിക്കോട്ടെ, ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വരുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും, ഇത്തവണ ബംഗാളും മാറും. അവിടെ BJP NDAയുടെ ഒരു സർക്കാർ തന്നെയാണ് വരുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ബംഗാൾ മാറുന്നതിനോടൊപ്പം തന്നെ ഇത്തവണ എന്താണ് അവസ്ഥ? നമ്മൾ കേരളത്തെയും മാറ്റുവാൻ പോവുകയല്ലേ? ഇത്തവണ കേരളം മാറില്ലേ എന്നുകൂടി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. केरलम को एक बहुत बड़ा इतिहास है, यहाँ की एक बहुत समृद्ध संस्कृति है। प्रधानमंत्री मोदी जी ने इसको केरलम नाम देकर उस संस्कृति और विरासत के साथ हम सबको जोड़ा है। और आज जब मैं त्रिपुनिथुरा के इस शहर में यहाँ पर आया हूँ, तो सबसे पहले भगवान संथाना गोपाल अर्थात भगवान विष्णु को कोटि कोटि प्रणाम करता हूँ। കേരള ചരിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് അറിയുള്ള വിഷയം തന്നെയാണ്. നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഈ കേരള എന്നുള്ള ഈ പേര് മാറ്റിക്കൊണ്ട് ഇന്ന് കേരളം എന്ന് തന്നെ മാറ്റിയിരിക്കുന്നു. അതായത് കേരളത്തിന്റെ സംസ്കാരത്തിനോട് യോജിക്കുന്ന വിധത്തിൽ ഈ സംസ്ഥാനത്തിനെ പാകപ്പെടുത്തുവാൻ നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു. क्लासिकल आर्ट्स की इस नगरी को मैं प्रणाम करता हूं। दोस्तों, कांग्रेस के जो विधायक यहां से चुनकर गए वो टोटल फेल हो गए, पूरी तरीके से नाकाम हो गए। उन्होंने जितने वादे किए थे वो खुद भी भूल गए। त्रिपुनिथुरा की संस्कृति के प्रति उनकी पूरी अनास्था हम सब ने यहां पर देखी है। इसलिए अगर बीजेपी और एनडीए की सत्ता आती है, हमारी बहन अंजलि जी इनको आप चुनकर देते तो हमने ये तय किया है, एर्नाकुलम को इंडस्ट्रियल पावर हाउस में बदला जाएगा, कोची बेंगलुरु इंडस्ट्रियल कॉरिडोर बनाया जाएगा और यहाँ की पानी की समस्या को पूरे तरीके से हल किया जाएगा। എറണാകുളത്തിന്റെ ഈ കലാ സാംസ്കാരിക നഗരിയായിട്ടുള്ള ഈ ഒരു തൃപ്പൂണിത്തുറയുടെ വർഷങ്ങളായി വിജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരായിക്കോട്ടെ, അതിനു മുമ്പ് CPM ആയിക്കോട്ടെ, വികസനം എന്തെന്ന് മറന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ കോൺഗ്രസ് സ്ഥിരമായി ഈ മണ്ഡലം പിടിച്ചുകൊണ്ട് ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഞാൻ ഉറപ്പു നൽകുന്നു, നമ്മളുടെ ശ്രീമതി അഞ്ജലി നായറിനെ നമ്മൾ ഇവിടെ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ നിന്നും വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ എറണാകുളം ജില്ലയിലെ ഒരു
വ്യവസായത്തിന്റെ ഒരു പവർ ഹൗസ് ആക്കി മാറ്റുന്നതിന് വേണ്ട എല്ലാ നടപടികളും കേന്ദ്ര സർക്കാരിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ് നിങ്ങൾക്ക്. सरकार हो चाहे न हो, मोदी जी ने हमेशा केरलम को मदद की है, क्योंकि मोदी जी के दिल में केरलम है. और आप देखिए, कोची के साथ साथ विजयम अंतर्राष्ट्रीय सी पोर्ट जिस तेजी के साथ बढ़ रहा है, उस पर कंटेनर ट्रैफिक बढ़ रहा है. इस सी पोर्ट को कई दशकों तक केरलम की सरकार ने रोक कर रखा था, वंचित रखा था. दिसंबर 2024 में इसको मोदी जी के नेतृत्व में शुरू किया गया और अब पूरी दुनिया में 83rd नंबर पर ये ऑलरेडी पहुंच चुका है और इस पर 16,000 करोड़ रुपए का विस्तार कार्य और भी चल रहा है. കേരളത്തിൽ ബിജെപിയുടെ സർക്കാർ ആണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, ഉറപ്പ് നൽകാൻ പറ്റുന്നതാണ്. എന്തെന്നാൽ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ മനസ്സിൽ കേരളത്തിന് എന്നും ഒരു പ്രത്യേക ഇടം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യാതൊരു കുറവുകളും അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിവുള്ളതാണ്. നോക്കൂ, നമ്മുടെ തിരുവനന്തപുരത്തിനടുത്തുള്ള വിഴിഞ്ഞം തുറമുഖ പദ്ധതി തന്നെ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസും CPM-ഉം ഭരിച്ചിട്ടുകൂടി അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കാത്ത കാലത്ത് NDA സർക്കാർ അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പണികൾ പൂർത്തീകരിച്ചതും അതിന്റെ 2ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. അതിന് ഏകദേശം 16,000 കോടി രൂപയോളം വരുന്ന 2ാം ഘട്ടത്തിന്റെ നിർമ്മാണവും ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുള്ളതാണ്. ഇന്ന് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ 83ാമത്തെ ഏറ്റവും മികച്ച തുറമുഖത്തിൽ ഒന്നായി മാറി എന്നുള്ളത് തന്നെ നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. മോദി വരുമ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് എന്ന്. 16,000 करोड़ रुपए की लागत से यहाँ रेल नेटवर्क बनेगा, लॉजिस्टिक पार्क बनेगा, बंकरिंग की सुविधाएं बनेगी. 2029 तक यहाँ का ट्रैफिक कई गुना बढ़ेगा. तो पूरे केरल में बहुत बड़े पैमाने पर इंडस्ट्री बढ़ेगी और केरल के तरुणों के हाथों को बड़े पैमाने पर काम मिलेगा, रोजगार मिलेगा. ഈ 16,000 കോടി രൂപയുടെ പദ്ധതി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് റെയിൽവേയുടെ വികസനം, ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് നിരവധി ലോജിസ്റ്റിക് പാർക്കുകൾ നിർമ്മിക്കപ്പെടുന്നു. അതിനനുസരിച്ച് അത്രയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 2029 കൂടി തന്നെ ഇത്തരത്തിലുള്ള ലോജിസ്റ്റിക് പാർക്കുകൾ വന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ടവും പൂർത്തിയാകുന്നതോടുകൂടി നമ്മളെല്ലാവർക്കും, പ്രധാനമായും കേരളത്തിലുടനീളം അതിന്റെ വികസനം വളരെ സ്പഷ്ടമാവുമെന്നുകൂടി എനിക്ക് ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കും. केरलम में मोदी जी के नेतृत्व में जो रेलवे का बजट है वो 10 टाइम्स बढ़ा है. पहले केरलम को रेलवे के इंफ्रास्ट्रक्चर के लिए 372 करोड़ रुपीस मिलता था. अब मोदी जी ने उसको बढ़ाकर 3,795 करोड़ यानी 10 गुना ज्यादा पैसा केरलम को मोदी जी रेलवे के लिए दे रहे हैं. മുൻപ് കേരളത്തിന് റെയിൽവേ ബഡ്ജറ്റിൽ ലഭിച്ചിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേവലം 372 കോടി രൂപയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ന് ഏകദേശം 3,795 കോടി രൂപയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി ഈ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്, ഇതിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. और आज हम देख सकते हैं केरलम को 3 वंदे भारत ट्रेन, 3 अमृत भारत एक्सप्रेस और उसके साथ साथ पूरे केरलम में 35 रेलवे स्टेशन का पुनर्निर्माण शुरू हुआ है. और इसमें से कुछ रेलवे स्टेशन तो एयरपोर्ट से भी सुंदर बनने वाले हैं. ഈ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. ഇന്ന് കേരളത്തിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഓടുന്നു, 3 അമൃത് ഭാരത് എക്സ്പ്രസുകൾ കേരളത്തിന്റെ റെയിലുകളിലൂടെ ഓടുന്നു. 35ഓളം റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിലൂടെ അതിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് പല റെയിൽവേ സ്റ്റേഷനുകളും നമ്മൾ കണ്ടാൽ
കേരളത്തിലെ പല എയർപോർട്ടുകളെക്കാളും വളരെ മികച്ച രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. एक जमाना था जब लोग कहते थे कि जिसके पास ऑयल है वो दुनिया पर राज करेगा, लेकिन अब लोग कहते हैं जिनके पास रेयर अर्थ है वो दुनिया पर राज करेंगे, क्योंकि हमारा मोबाइल, हमारी गाड़ियां, हमारा टीवी सब में जो सेमीकंडक्टर लगता है उसके लिए रेयर अर्थ की आवश्यकता होती है. मोदी जी ने पूरे देश में 4 राज्यों में रेयर अर्थ का डेडिकेटेड कॉरिडोर तैयार करने का निर्णय लिया. उन 4 राज्यों में हमारा केरलम है जहां डेडिकेटेड रेयर अर्थ कॉरिडोर बनने वाला है. दुनिया के मैप पर केरलम को लाने का काम प्रधानमंत्री मोदी जी ने किया है. ഒരു കാലത്ത് പറയുമായിരുന്നു ആരുടെ കൈവശമാണോ എണ്ണയുള്ളത്, അതായത് ക്രൂഡ് ഓയിൽ ഉള്ളത്, അവർ ഈ ലോകം ഭരിക്കുമെന്ന്. എന്നാൽ കാലം മാറി മറിഞ്ഞു. ഇന്നത്തെ ഈ ഒരു ആധുനിക യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനടക്കമുള്ള ചിപ്പുകൾക്കും സെമി കണ്ടക്ടറും എല്ലാം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിനറലുകളും അപൂർവങ്ങളായിട്ടുള്ള ചില ലോഹങ്ങളും, അതായത് റയർ എർത്ത് എന്ന് പറയും, ഇത്തരത്തിലുള്ള റയർ എർത്ത് എലിമെന്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഭാരതത്തിലെ 4 സംസ്ഥാനങ്ങളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള വ്യാവസായിക ഇടനാഴികൾ പണിയുവാനായി കേന്ദ്രത്തിലെ മോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 4 വ്യാവസായിക ഇടനാഴികളിൽ ഒന്നിൽ, റെയിൽവേ വ്യാവസായിക ഇടനാഴികളിൽ ഒന്നിൽ കേരളവും പെട്ടിട്ടുണ്ട്. അതിനർത്ഥം കേരളവും ഈ ലോക മാപ്പിലേക്ക് ഇടം പിടിക്കാൻ പോവുകയാണ് സെമി കണ്ടക്ടറിന്റെയും ഇത്തരത്തിലുള്ള റെയർ എർത്ത് എലിമെന്റ്സിന്റെയും കാര്യങ്ങളിൽ. भारतमाला परियोजना में केरलम के लिए 593 किलोमीटर के 20 हाईवे बन रहे हैं और इसके लिए मोदी जी ने 57,000 करोड़ रुपीस केरल के हाईवेज के लिए दिए हैं. ഭാരതമാല പദ്ധതിയിലൂടെ ഏകദേശം 593 കിലോമീറ്റർ നീളത്തിൽ നമുക്കറിയാം 6 ലെയിനിലുള്ള ഹൈവേകളാണ് കേരളത്തിൽ പണിയുന്നത്. അങ്ങ് തെക്ക് മുതൽ വടക്ക് വരെ 6 ലെയിനിൽ ഹൈവേകൾ പണിയുമ്പോൾ അതിനായി മാത്രം ഈ കേന്ദ്ര സർക്കാർ മോദിജി ചെലവഴിച്ചിട്ടുള്ളത് 57,000 കോടി രൂപയാണ്. केरलम को नॉर्थ साउथ कॉरिडोर की कनेक्टिविटी देने के लिए हाईवे 66 का काम शुरू है. इसका काम पूरा होने के बाद विशेष रूप से वीडियम और कोची पोर्ट को इसके कारण बहुत फायदा मिलेगा और विशेष रूप से इसके कारण केरलम में पर्यटन की, टूरिज्म की और उद्योगों की बहुत बड़ी इन्वेस्टमेंट आएगी और केरलम का पूरा चित्र बदल जाएगा. ഉത്തര ദക്ഷിണ ഇടനാഴി, അതായത് ഹൈവേകളെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ബന്ധിപ്പിക്കുന്ന ഈ ഭാരതമാലയിലെ ഉത്തര ദക്ഷിണ ഇടനാഴിയിൽ ഈ കേരളവും പെട്ടിട്ടുണ്ട്. അതിനർത്ഥം നമ്മളുടെ വിഴിഞ്ഞം തുറമുഖത്തിനും അതുപോലെ കൊച്ചി തുറമുഖത്തിനുമെല്ലാം ഈ ഹൈവേ വികസനം വലിയൊരു നാഴികക്കല്ലായി മാറും. അതിലൂടെ കേരളവും വികസനത്തിന്റെ പാതയിലേക്ക് വരും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. आपको सुनकर आश्चर्य होगा, केरला में मोदी जी के माध्यम से हाईवे इंफ्रास्ट्रक्चर पर टोटल 3 लाख करोड़ रुपीस का इन्वेस्टमेंट किया जा रहा है. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഈ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം കേരളത്തിലുടനീളം ഹൈവേകളുടെ വികസനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത് ഏകദേശം 3 ലക്ഷം കോടി രൂപയാണ്. आज हम देख रहे हैं दुनिया में युद्ध चल रहा है. अमेरिका, इजराइल और ईरान के युद्ध के कारण दुनिया पर तेल और गैस का भारी संकट तैयार हुआ है और मुझे इस बात की खुशी है कि प्रधानमंत्री मोदी जी ने इस प्रकार का नेतृत्व हमको दिया है कि आप देखिए, पाकिस्तान हो, बांग्लादेश हो, श्रीलंका हो, म्यांमार हो, कोरिया तक, ये सारे देशों को इमरजेंसी घोषित करनी पड़ी और सबको पार्शियल लॉकडाउन करना पड़ा. लेकिन मोदी जी ने ऐसा नेतृत्व दिया, भारत में एक दिन भी पेट्रोल डीजल की कमी नहीं हुई, घर में गैस भी मिला और एक दिन का भी लॉकडाउन मोदी जी ने भारत में नहीं होने दिया. നമ്മളിന്ന് നോക്കിയാൽ ലോകത്ത് വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്.
അമേരിക്കയും ഇസ്രയേലും ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലെല്ലാം നടക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്നത് മൂലം ഇന്ന് ലോകത്താകമാനം ഓയിലിനും, അതായത് ക്രൂഡ് ഓയിലിനും ഗ്യാസിന്റെയും എല്ലാം ഉപലഭ്യത കുറഞ്ഞു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മിക്കവാറും രാജ്യങ്ങൾ, അതായത് നമ്മുടെ അയൽപക്കത്തുള്ള പാകിസ്ഥാൻ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മ്യാൻമാർ ആയിക്കോട്ടെ, എന്തിനങ്ങ് കൊറിയ വരെ നിരവധി രാജ്യങ്ങൾ ഏകദേശം ലോക്ക്ഡൌണിന് സമാനമായ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഈ ഭാരത സർക്കാർ ഈ ഒരു രാജ്യത്ത് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഒരു ദിവസം പോലും നമ്മൾക്ക് ലോക്ക്ഡൌൺ ഉണ്ടായോ? ഇല്ല. നമ്മൾക്ക് എവിടെയെങ്കിലും പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ലഭ്യത കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം. लेकिन राहुल गांधी और सीपीएम की नीयत देखिए, देश में ऐसे समय भी इतनी गंदी राजनीति उन्होंने की, रोज लोगों को स्टेटमेंट दे देकर गैस कम हो जाएगा, पेट्रोल नहीं मिलेगा, डीजल नहीं मिलेगा, बोल बोलकर पेट्रोल पंप पे लंबी लंबी कतारों में घंटों तक लोगों को खड़ा किया और देश में पेट्रोल की कमी हो, इस प्रकार से पेट्रोल के मैनेजमेंट को खराब करने का काम राहुल गांधी और सीपीएम ने किया। लेकिन मोदी जी ने उनकी हर हरकत को नाकाम कर दिया और भारत बड़ी ताकत के साथ खड़ा हुआ। എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ യുവരാജാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എന്താണ് ചെയ്യുന്നത്? വളരെ വൃത്തികെട്ട രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ള പെട്രോളേ ഉള്ളൂ, ഡീസലേ ഉള്ളൂ, ഗ്യാസേ ഉള്ളൂ എന്ന് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി തീർത്തും വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉളവാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ഇവരിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ കിലോമീറ്റർ കണക്കിന് ക്യൂ നിന്നുകൊണ്ട് നാളെ പെട്രോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നെല്ലാം ടെൻഷൻ അടിച്ചുകൊണ്ട് പെട്രോൾ മേടിക്കുന്നു, ഓടി നടക്കുന്നു, ടെൻഷൻ അടിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നിട്ട് പോലും നമുക്കറിയാം, നമുക്ക് ചുറ്റിലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടോ? ഇല്ല. അതാണ് നരേന്ദ്രമോദിജി നേതൃത്വത്തിന്റെ ഒരു വ്യത്യാസം. मोदी जी ने फ्यूचर का, भविष्य का विचार किया है, इसीलिए आगे में केरलम की एनर्जी सिक्योरिटी के लिए 3000 करोड़ रुपए खर्चा करके मैंगलोरू टू कोची गैस पाइपलाइन का काम गेल ने शुरू कर दिया है और ये पाइपलाइन पूरी होगी तो केरलम को कभी भी गैस की कमी नहीं होगी। നരേന്ദ്രമോദിജി എന്നും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ നമ്മളുടെ ഊർജ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 3000 കോടി രൂപ ചെലവിലാണ് മംഗലാപുരം കൊച്ചി ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി അദ്ദേഹം വിഭാവന ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് ഗ്യാസ് ലഭ്യതയെക്കുറിച്ചോ ഇന്ധന ലഭ്യതയെക്കുറിച്ചോ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ആവശ്യകത വരില്ല. केरलम के दो बड़े शहर कोची और तिरुवनंतपुरम, इन दोनों को स्मार्ट सिटी और अमृत सिटी की योजना के तहत मोदी जी ने 5,500 करोड़ रुपया, 5,500 करोड़ रुपया यहां पर दिया है. കേരളത്തിലെ രണ്ട് സുപ്രധാന നഗരങ്ങളായിട്ടുള്ള കൊച്ചിക്കും തിരുവനന്തപുരത്തിനും അമൃത് ഭാരത് പദ്ധതിയിലൂടെ ഏകദേശം 5,500 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നഗരവികസനത്തിനായിട്ട്. आज मोदी जी ने एक ही संदेश दिया है, सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास. इसी मंत्र के साथ सबको साथ में लेकर एनडीए और बीजेपी यहां पर विकास का कार्य करना चाहती है. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത് നമുക്കറിയാം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, എല്ലാവരോടുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും एक और मोदी जी केरलम की सेवा कर रहे हैं और दूसरी ओर एलडीएफ की सरकार रोज केरला को लूटने का काम कर रही है. रोज नए नए घोटाले यहां पर हो रहे हैं और आप देखिए केरला की परिस्थिति क्या है. जो केरला शिक्षा के लिए, एजुकेशन के लिए नंबर 1 था,
अब अनएम्प्लॉयमेंट के लिए नंबर 1 हो गया, इन्फ्लेशन के लिए नंबर 1 हो गया। ये केरला की परिस्थिति यहां के एलडीएफ की सरकार ने लाई। कभी एलडीएफ, कभी यूडीएफ, ये दोनों मिलकर केरला को ऐसा लूटते हैं, नेता अमीर हो रहे और जनता गरीब हो रही। ये केरला की परिस्थिति है। ഒരു വശത്ത് നരേന്ദ്രമോദി കേരളത്തിന്റെ വികസനത്തിനെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ മറുവശത്ത് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ കേരളത്തെ കട്ടുമുടിക്കുവാനുള്ള കുൽസിത ശ്രമത്തിലാണ്. നമുക്കറിയാം, ഇവിടം ഭരിച്ചിരിക്കുന്ന LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ തങ്ങളുടെ കീശ വീർപ്പിക്കുവാനും ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ തങ്ങളുടെ നേതാക്കൾ ഓരോരുത്തരും എത്ര പെട്ടെന്ന് എങ്ങനെ പണക്കാരാകാമെന്നും മാത്രം ചിന്തിച്ചു നടക്കുന്ന ഈ LDF-നെയും UDF-നെയും തൂത്തെറിയേണ്ട ഒരു സമയം നമുക്ക് അതിക്രമിച്ചിരിക്കുകയാണ്. ये आदि शंकराचार्य की धरती है, इसको गॉड्स ओन कंट्री कहा गया है। लेकिन लगातार एलडीएफ और यूडीएफ गॉड्स ओन कंट्री को लूटते आ रहे हैं और कई दशकों से लगातार इनका यही चल रहा है। ये लोग यहां पर लड़ते हैं और दिल्ली में साथ है। ये इंडी गठबंधन में एक साथ एक दूसरे के गले मिलते हैं और यहां आकर WWF की नूरा कुश्ती, नकली कुश्ती लड़ते हैं। ഒരു വശത്ത് ഇവർ കേരളത്തിൽ തമ്മിലടിക്കുമ്പോൾ ഡൽഹിയിലെത്തുമ്പോൾ ഒന്നാകുന്നു. അതായത് കേരളത്തിൽ ഗുസ്തിയും ഡൽഹിയിൽ ദോസ്തിയുമാണ് ഈ രണ്ട് പാർട്ടിക്കാരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദിശങ്കരന്റെ മണ്ണാണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെയാണ് ഇവർ രണ്ടുപേരും മാറി മാറി കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്നത്. यहां त्रिपुनिथुरा में भी बीजेपी को, एनडीए को यहां पर नगर निगम में 21 सीटें मिली, सबसे बड़ी पार्टी हुई, हमारे अध्यक्ष उपाध्यक्ष बने। लेकिन बाद में यहां पर भी स्टैंडिंग कमेटी में एलडीएफ और यूडीएफ साथ में आए। अब दोनों साथ में मिलकर जो लोगों ने दिया हुआ मैंडेट है उसको फ्रस्ट्रेट करते हुए यहां पर भी लूटने का काम कर रहे हैं। इसलिए यकीन मानिए, ये दोनों पार्टियां एक है, ये दोनों पार्टियां एक दूसरे को संभाल कर लूटती है। അങ്ങ് ഡൽഹിയിൽ മാത്രമല്ല ദോസ്തി, ഇവിടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ 21 സീറ്റ് വിജയിച്ചുകൊണ്ട് BJP NDA മുന്നണി അധികാരത്തിലേറി. BJPയുടെ വൈസ് ചെയർമാനും ചെയർമാനുമെല്ലാം വന്ന കാലത്തുകൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പാർട്ടികളും, കണ്ടാൽ മല്ലുകൂടുന്ന ഈ രണ്ട് പാർട്ടികളും ഒന്ന് ചേർന്നുകൊണ്ട്, കോൺഗ്രസും CPM-ഉം ഒന്ന് ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ട സ്റ്റാൻഡിംഗ് ചെയർമാൻഷിപ്പുകൾ പങ്കിട്ടെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഡൽഹിയിൽ മാത്രമല്ല അവർ ഒന്നിച്ചുള്ളത്, ഈ തൃപ്പൂണിത്തുറയിലും ഈ രണ്ട് പാർട്ടികളും ഒന്നാണ്. ഈ കപട രാഷ്ട്രീയത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ये घोटाले का केरलम बन चुका है। गोल्ड स्मगलिंग, मुख्यमंत्री की बेटी के लिए सरकारी खजाना खोल देना, सोलर स्कैम, बार में लाइब्रेरी ब्राइबरी, पामोलिन का इंपोर्ट घोटाला, पूरी सरकार इतने घोटालों से भरी हुई है कि अगर मैं एक एक घोटाला, इनका एक एक करप्शन बताऊंगा तो कम से कम 5 घंटे मुझे भाषण करना पड़ेगा। ഈ കേരളത്തിലെ അഴിമതി കഥകൾ നമുക്കറിയാം. ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വഴിവിട്ട രീതിയിലുള്ള സഹായങ്ങള്, ബാർകോഴ അഴിമതി, പാമോലിൻ ഇറക്കുമതി അഴിമതി, ഇത്തരത്തിൽ സോളാർ അഴിമതി, നമ്മൾ എവിടെ നോക്കിയാലും അഴിമതി കഥകൾ മാത്രമേ പറയുവാനുള്ളൂ. ഇനി ഈ കേരളത്തിൽ ഈ രണ്ട് പാർട്ടികളും നടത്തിയ അഴിമതി കഥകൾ പറയുവാനാണെങ്കിൽ എനിക്കൊരു വേദി മതിയാവില്ല, എത്ര മണിക്കൂർ വേണ്ടിവരുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. जहां पर परंपरा को बचाना था, वही इन्होंने अपने कार्यकर्ताओं को मंदिर के बोर्डों में घुसा दिया। पवित्र द्वारपालका मूर्ति का सोना चोरी हुआ और हम सब लोग जानते हैं भगवान अय्यप्पा के कोषागार में भी इंस्टीट्यूशनल लूट, इस प्रकार की लूट इन्होंने मचाई। अरे मैं आपको कहना चाहता हूं, ये भगवान को नहीं छोड़ते, भगवान को लूटने वाले आप तो इंसान हो, आपको कितना लूटेंगे। इसलिए अब इन लुटेरों को घर पर बैठा दो। അയ്യപ്പ സ്വാമിയുടെ ശ്രീകോവിലിന്റെ നട തന്നെ വിറ്റ് തുലച്ചവന്മാരാണ് ഈ LDF സർക്കാർ, നമുക്കറിവുള്ളതാണ്.
നമ്മളെ മാത്രമല്ല കൊള്ളയടിക്കുന്നത്, ദൈവത്തിനെ പോലും വെറുതെ വിടുന്നില്ല. ഭഗവാനെയും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ മനുഷ്യരെയും കൊള്ളയടിക്കുന്നു. ഇനിയും എത്ര കാലം നമ്മൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കണം? ഇനിയും എത്ര കാലം നമ്മൾ ഇവരെ അനുവദിച്ചു കൊടുക്കണം ഇത്തരം അഴിമതികൾക്കും കള്ളക്കഥകൾക്കും വേണ്ടിയിട്ട്? आज हम देख सकते हैं सीपीएम के 3 नेता चोरी करते हुए पकड़े गए। उनको बचाने के लिए कौन आया? उनको बचाने के लिए एलडीएफ आया। यूडीएफ के नेता चोरी कर रहे, बचाने के लिए एलडीएफ के आ रहे। और क्यों बचा रहे? तो ये तीनों नेता सोनिया जी के बहुत करीब है, इसलिए उनको बता रहे। इसलिए मैं वापस कहना चाहता हूं, ये दोनों चोर है, ये दोनों बी टीम है। ए टीम यहां पर अगर कोई है तो एनडीए है, बीजेपी है, यही ए टीम है, यही आपको परिवर्तन दे सकती है। ശബരിമല സ്വാമിയുടെ കൊള്ള സംഘത്തിൽ നമുക്കറിയാം 3 CPM നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ജയിലിൽ അടയ്ക്കപ്പെട്ടത് CPM നേതാക്കളാണെങ്കിലും ഇവരിൽ തന്നെ പലരും കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരാണ് യഥാർത്ഥ ബി ടീം. ഇവർ വരും ബി ടീം മാത്രമാണ്. രണ്ടുപേരും സഹോദര തുല്യരായിട്ടുള്ള ഒരു ബി ടീം മാത്രം. യഥാർത്ഥ എ ടീം എന്നുള്ളത് NDA നേതൃത്വത്തിലുള്ള കേരളത്തിലെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി ഒന്ന് മാത്രമാണ്. इसीलिए बीजेपी ने कहा है विकसित केरलम, सुरक्षित केरलम, विश्वासम संपन्नम केरलम, ये बीजेपी और एनडीए की संकल्पना है। അതുകൊണ്ട് തന്നെയാണ് NDA BJP മുന്നോട്ട് വെക്കുന്നത് വികസിത കേരളം, വിശ്വാസ കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. हमने ये घोषणा की है कि गरीब महिलाओं को हर महीने 2,500 रुपए बीजेपी और एनडीए की सरकार देगी। हर वर्ष 2 सिलेंडर ये मुफ्त में दिए जाएंगे। हर घर को 20,000 लीटर पानी मुफ्त में दिया जाएगा। और विशेष रूप से विधवा और वरिष्ठ नागरिकों को 3,000 रुपए का कल्याण पेंशन देने का वादा ये एनडीए ने किया है। NDA ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് തങ്ങളുടെ വികസന രേഖ. അതിൽ പറയുന്നത് പാവപ്പെട്ട വനിതകൾക്ക് എല്ലാവർക്കും ഒരു മാസം 2,500 രൂപ ഈ സർക്കാർ NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന്. അതുപോലെ പാവപ്പെട്ടവരുടെ വീടുകളിൽ ഓണത്തിനും ക്രിസ്മസിനും ഓരോ വീതം LPG സിലിണ്ടർ നൽകുമെന്നും അതുപോലെ 20,000 ലിറ്റർ വെള്ളം വരെ ഒരു മാസം സൗജന്യമായി അനുവദിക്കുമെന്നും മാത്രമല്ല ക്ഷേമ പെൻഷൻ NDA സർക്കാർ അധികാരത്തിലെത്തിയാൽ 3,000 രൂപയായി ഉയർത്തുമെന്നും നമ്മൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. इसलिए मैं आपको इतना ही निवेदन करता हूं, अब हमें यहां से एनडीए की 2020 की कैंडिडेट हमारी बहन अंजलि नायर जी को चुनकर देना है। उनका चिन्ह जैक फ्रूट है। जैक फ्रूट ये हमको चुनकर भेजना है। अंजलि जी को जैक फ्रूट पर मिलने वाला हर वोट ये केवल अंजलि जी के लिए नहीं होगा, वो हर वोट मोदी जी को भी मिलेगा। അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, 2020യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NDAയുടെ സാരഥി ശ്രീമതി അഞ്ജലി നായർക്ക് നിങ്ങൾ ഓരോരുത്തരും ചക്ക അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കപ്പെടുമെന്ന്. നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും, ചക്കയ്ക്ക് നൽകുന്ന ഓരോ വോട്ടും ശ്രീമതി അഞ്ജലി നായർക്ക് മാത്രമുള്ളതല്ല, അത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിജിക്ക് കൂടിയുള്ള ഒരു വോട്ടാണ്. इसलिए मित्रों, परिवर्तन का समय आ गया है. माट्ट तिंटे समयम एत्ती इरिक्कुन्नु. परिवर्तन के लिए वोट दीजिए. माट्ट तिन्नाई वोट चेयू. केरल में परिवर्तन लाना है. केरल तिल माट्टम कोंडू वरानम. धन्यवाद. नन्नी नमस्कारम. ഈ കൺവെൻഷന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഞ്ജലി എസ് നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. Maharashtra Chief Minister Shri Devendra Fadnavis,
NDA Chairman Mr. Srikutan Tundathil, Chairman 2020 Mr. Sabu M. Jacob, Nehru Yuva Kendra National Vice Chairman Vishnuvardhan Reddy, BJP Ernakulam District President Advocate K.S. Shaiju, ഉൾപ്പെടെയുള്ള BJP എല്ലാ നേതാക്കളെയും എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളോടും ഏറെ നമസ്കാരം. തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥിയായിട്ടല്ല, അത് മാത്രമായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, ഈ നാടിൻ്റെ മകളായിട്ടാണ്. ഈ മണ്ണിൻ്റെ വേദനയും പ്രതീക്ഷയും ഒക്കെ അടുത്തറിഞ്ഞ ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ. പര്യടനത്തിന് പോയപ്പോഴൊക്കെ ഓരോരുത്തരുടെയും എടുത്ത് ഞാൻ കൗതുകത്തോടുകൂടി പറയുകയുണ്ടായി നമ്മുടെ വികസന പദ്ധതികളെക്കുറിച്ച്. നിങ്ങൾക്ക് വരാൻ ഇരിക്കുന്ന വികസനങ്ങളുടെ വലിയ വലിയ പ്രതീക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പം പലരുടെയും കണ്ണ് നനഞ്ഞു. അല്പസമയം ഞാൻ അവിടെ ഇരുന്ന് ചോദിച്ചു എന്താണ് എന്ന് പറഞ്ഞപ്പം വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും അവിടെ നടന്നിട്ടില്ല. ഞാനൊരു വീട്ടിൽ പോയപ്പം എറണാകുളം ടൗണില് പള്ളുരുത്തി ഭാഗത്ത് പ്രധാനപ്പെട്ട സിറ്റിയുടെ നടുക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയപ്പം എലികൾ കടിക്കുന്ന ഒരു കുടുംബം, ഒരു ഫുൾ ഏരിയ കാണുകയാണ്. ഒരു 10-15 ഫാമിലി ഉണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്, എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ, അവിടുത്തെ അച്ഛനെ, അമ്മേനെ. എത്ര പ്രാവശ്യം അവർ ഹോസ്പിറ്റലിൽ പോകുന്നതിനോട് ചോദിച്ച് കരഞ്ഞു. പിന്നെ അവർ വിട്ടു, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ അവർ വിട്ടു. അത് അവിടെ പോയി അത്രയും നേരം അവരുടെ കൂടെ ഇരുന്ന് അത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് ഒരുപാട് PR വർക്കുകൾ നടന്നപ്പം ഞാൻ ഉള്ളിൽ സന്തോഷിച്ചു. അങ്ങനെയെങ്കിലും ഇത് ഈ നാട്ടിലെല്ലാവരും അറിയട്ടെ, ആ സ്ഥലം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു. ഏറെ സന്തോഷിച്ചു. ഞാൻ എല്ലാ നെഗറ്റീവ് ട്രോളുകളും എനിക്ക് വരുമ്പം അത് നമ്മളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ ചുവടുവെപ്പുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരുടെയും അടുത്ത് പോയപ്പം ഇത് കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ, വെള്ളമില്ല, വെള്ളത്തിന് വേണ്ടിയിട്ട് എത്രയോ ദൂരം നടക്കണം. ഒരാൾക്ക് വയ്യാതെയായ എത്രയോ ദൂരം ഒരു ആംബുലൻസ് നിർത്തിയിട്ടിട്ടാണ് അവർ പോകുന്നത്. എന്നാ വഴി മുഴുവനും നടത്തിച്ചു, ആ വീട്ടിൽ നിന്ന് ആ വഴിയുടെ അറ്റം വരെ നടത്തിച്ചു. ഇത്രയും ദൂരം നടക്കണം ഒരു വയ്യാത്ത ഒരാളെ കൊണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ദിവസങ്ങള്. പക്ഷെ അവരുടെ കണ്ണില് ഏറെ സന്തോഷവും പ്രതീക്ഷയുണ്ടായിരുന്നു. മെയ് 4-ാം തീയതി നമ്മുടെ വിജയമാണ്, അഞ്ജലിയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് വിശ്വസിച്ചാണ് ഞങ്ങളിത് പറയുന്നത്. ഒരുപാട് കാലം ഒരുപാട് പേരെ വിശ്വസിച്ചു, ഒന്നും തന്നെ നടന്നില്ല. ഞാനൊരു തുടക്കക്കാരി എന്ന നിലയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കണ്ട സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിനൊരു മാറ്റം വേണമെങ്കിൽ ആ മാറ്റം അനിവാര്യമാണ് എന്ന് നമ്മൾ എല്ലായിടത്തും കാണുന്ന നമ്മുടെ വാചകമാണ്. അത് വേറെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ പറയും കിഴക്കമ്പലം മോഡൽ അത് നമുക്കിവിടെ കൊണ്ടുവരണ്ടേ എന്ന് പറയുമ്പം അവരുടെ കണ്ണിൽ കാണുന്ന ഒരു വെളിച്ചമുണ്ട്, മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് ഈ നാട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച പാർട്ടി അധ്യക്ഷൻ സാബു ജേക്കബ്, അദ്ദേഹത്തിനോടാണ് ഞാൻ ഏറെ നന്ദി പറയുന്നത്. എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് തന്നത് അദ്ദേഹമാണ്. എന്നെ വിജയിപ്പിക്കില്ലേ എന്ന്, അല്ലെങ്കിൽ ഒരുപാട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അഞ്ജലി വിജയിക്കുവോ, അല്ലെങ്കിൽ അഞ്ജലിനെ എന്തിനാ വിജയിപ്പിക്കുന്നേ? ഞാൻ പറഞ്ഞു, എന്നെ അല്ല വിജയിപ്പിക്കേണ്ടത്, ഈ പാർട്ടിയെയാണ് വിജയിപ്പിക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെയുള്ള നയങ്ങളാണ് എല്ലാവരിലേക്ക് എത്തേണ്ടത്. ഇവിടെയുള്ള മാറ്റങ്ങൾ എത്തണമെങ്കിൽ ഈ ശക്തികളെല്ലാം എന്റെ പുറകെയുണ്ട്, അവരെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. ഞാൻ ഉൾപ്പെടെ ഉത്തമ ബോധ്യം, എന്റെ ഉത്തരവാദിത്തം ഞാൻ മനസ്സിലാക്കുന്നു. അവരിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഏറെ പണിപ്പെടേണ്ടതുണ്ട്. എന്റെ 2 പെൺകുട്ടികള്, അതിൽ ചെറിയ മോളെ എന്നെ വിട്ട് നിൽക്കാറ് പോലുമില്ല. 3 വയസ്സായിട്ടേ ഉള്ളൂ. ഇന്ന് വരെ ഞാൻ അവളെ വിട്ട് മാറിയിട്ടില്ല. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പോലും ഞാൻ കൊണ്ടുപോയിട്ടേ ഉള്ളൂ അവളെ. അവളെ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഞാൻ എന്റെ അമ്മയെ എടുത്താക്കിയിട്ട് ഇവരെ വിശ്വസിച്ച്, നമ്മുടെ പാർട്ടിയെ വിശ്വസിച്ച്, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ നടക്കുകയാണ്.
എനിക്കറിയാം എന്റെ കൂടെ നിങ്ങളുണ്ട്. ആ പ്രാർത്ഥന മതി. എന്റെ മക്കൾ സമാധാനമായിട്ടാണ് ഇത്രയും ദിവസം വീട്ടിൽ നിന്നത്. ഓരോ നിമിഷവും എനിക്ക് ക്ഷീണമില്ലേന്ന് ചോദിക്കുമ്പോഴും എന്നെക്കാളും ഉപരി വെയിലത്ത് നടക്കുന്ന, ബൈക്കിൽ നടക്കുന്ന ഓരോ ചേട്ടന്മാരും അച്ഛന്മാരും അമ്മമാരും അവർക്ക് എന്നെക്കാളും അപ്പുറം ക്ഷീണം അവരത് ഊർജമാക്കി എടുക്കുകയാണ് ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട്. ഏറെ സന്തോഷമുണ്ട്. ഞാൻ വീട്ടിൽ പോയി 2-3 മണിക്കൂർ ഉറങ്ങുമ്പം പല രാത്രികളും പലരും ഉറക്കമുളച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദീപ ചേച്ചിയും ഷീജ ചേച്ചി 2 പേര് രാത്രി 11-11:30 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. നേരെ സമയത്ത് സ്ത്രീകൾ ഒരു 10 മിനിറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കറിയാം എന്തായിരിക്കും വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നം എന്ന്. അവര് നമ്മുടെ പാർട്ടിക്ക്, നമ്മളുടെ വിജയത്തിന് വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണ്. അതുപോലെ എല്ലാ കുടുംബങ്ങളും എല്ലാ രീതിയിലും എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതവരെന്നെ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ, ഇവരുടെ കുടുംബത്തിൽ ഒരാളാണ്. എന്റെ BJP എന്ന് പറയുന്ന വലിയ കുടുംബത്തിലൊരു മകളാണ് ഞാൻ. എന്നെ വിശ്വസിച്ച് ഞാൻ വീണ്ടും പറയാണ്, ചക്ക എന്ന ചിഹ്നത്തിൽ ഏപ്രിൽ 9-ാം തീയതി എനിക്ക് വേണ്ടി, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. മെയ് 4-ാം തീയതി അഞ്ജലി നായർ എന്ന പേര് ലോകത്തിലെ എല്ലാ മലയാളികളും കേൾക്കണം. നമ്മുടെ പാർട്ടിയുടെ പേര് കേൾക്കണം. നമ്മളുടെ തൃപ്പൂണിത്തുറ മണ്ഡലം മറ്റെല്ലാ മണ്ഡലങ്ങൾക്കും മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം. ഏറെ ഭൂരിപക്ഷം അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് ചെല്ലാതെ അവരിങ്ങോട്ട് നമ്മളുടെ കൂടെ അണിചേരാനായിട്ട് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. LJP പാർട്ടിയുടെ സ്വീകരണത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MS ചലപതി സ്നേഹപൂർവ്വം